ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടെടുപ്പിന് ഇനി 13 ദിവസം മാത്രം. രാജ്യത്ത് LPG, പെട്രോൾ, ഡീസൽ വിതരണത്തിൽ തടസ്സങ്ങൾ നേരിടുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ തള്ളി കേന്ദ്രം. പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഏപ്രിൽ 6-നകം ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ട് കൂടുതൽ ശക്തമായ ആക്രമണം നടത്തുമെന്ന് US. കേരളത്തിൽ പകൽ താപനില ഉയരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് 19ാം സീസണ് നാളെ തുടക്കം. ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. നേപ്പാൾ പ്രധാനമന്ത്രിയായി രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേതാവ് ബാലേന്ദ്ര ഷാ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കിയ രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടെടുപ്പിന് ഇനി 13 ദിവസം മാത്രമാണുള്ളത്. മത്സരചിത്രം തെളിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് പുറമെ സമ്മതിദായകരെ നേരിൽ കണ്ടും വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. അടുത്ത മാസം 9-നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. കേരളത്തിന് പുറമെ പുതുച്ചേരിയിലും അസമിലും ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കളെ എത്തിച്ച് മുന്നേറുകയാണ് വിവിധ മുന്നണികൾ. NDAയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തും. പ്രചാരണത്തിനായി അദ്ദേഹം അടുത്ത മാസം 4-ന് കോട്ടയത്തും തിരുവനന്തപുരത്തും എത്തുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും നാളെ കഴക്കൂട്ടത്ത് പ്രചാരണത്തിനായി എത്തും. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് തൃശൂരിൽ LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും വരും ദിവസങ്ങൾ UDF പ്രചാരണത്തിനായി സംസ്ഥാനത്ത് എത്തും. മല്ലികാർജുൻ ഖാർഗെ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇതിനകം തന്നെ UDF പ്രചാരണത്തിനായി സംസ്ഥാനത്തെത്തിയിരുന്നു. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ പൂർത്തിയാവുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശം വർദ്ധിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ പ്രകാരം 890 സ്ഥാനാർത്ഥികളാണ് 140 മണ്ഡലങ്ങളിലായി മത്സരരംഗത്തുള്ളത്. 13 പേർ ജനവിധി തേടുന്ന കൊടുവള്ളി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരം, പേരാവൂർ, മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളിൽ 11 പേർ വീതം മത്സരരംഗത്തുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ആകെ സ്വീകരിച്ചിരുന്ന 1650 പത്രികകളിൽ 118 പിൻവലിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള അന്തിമ വോട്ടർ പട്ടികയും ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ലഭിച്ച അർഹമായ അപേക്ഷകൾ കൂടി ഉൾപ്പെടുത്തിയാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 2,71,42,952 വോട്ടർമാരാണ് അന്തിമ പട്ടികയിൽ ഉള്ളത്. 2,42,093 പ്രവാസി വോട്ടർമാരും ഇതിൽ ഉൾപ്പെടുന്നു. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഇന്ന് ഓൺലൈൻ യോഗം ചേരും. സംസ്ഥാനങ്ങളും കേന്ദ്രവും ചേർന്നുള്ള ഏകോപിത പ്രവർത്തനങ്ങളെയും തയ്യാറെടുപ്പുകളെയും കുറിച്ച് യോഗം ചർച്ച ചെയ്യും. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കില്ല. രാജ്യത്തെ പെട്രോളിയം LPG വിതരണ സംവിധാനം പൂർണ്ണമായും സുരക്ഷിതവും നിയന്ത്രണ വിധേയവുമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. രാജ്യത്തെ 74 ദിവസത്തെ മൊത്തം കരുതൽ ശേഖരമുണ്ട്. ക്രൂഡ് ഓയിൽ ഉൽപ്പന്ന ശേഖരണം, തന്ത്രപരമായ സംഭരണം എന്നിവയുൾപ്പെടെ 60 ദിവസത്തേക്കുള്ള ശേഖരണം സജ്ജമാണ്. ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഇന്ധനമുണ്ടെന്നും രാജ്യത്ത് എവിടെയും പെട്രോൾ, ഡീസൽ, LPG ക്ഷാമമില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഏപ്രിൽ 6-നകം ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ട് കൂടുതൽ ശക്തമായ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ പിന്തുണ നൽകാത്ത NATO സഖ്യകക്ഷികൾ നിഷ്ക്രിയരാണെന്നും ട്രംപ് വിമർശിച്ചു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക മുന്നോട്ടുവച്ച 15 നിർദ്ദേശങ്ങളടങ്ങിയ സമാധാന കരാർ ഏകപക്ഷീയമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇതിന് പകരമായി 5 ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചു. സംഘർഷം അടിയന്തരമായി ലഘൂകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് ഐക്യരാഷ്ട്രസഭ അഭ്യർത്ഥിച്ചു. കോവിഡ് മഹാമാരി കാലത്തിന് സമാനമായ സാഹചര്യമാണിതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യസഭയിലും ലോക്സഭയിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യസഭ ഇന്ന് ധനകാര്യ ബിൽ ചർച്ചയ്ക്കെടുത്തേക്കും. രാജ്യത്ത് പുതുക്കിയ ഖരമാലിന്യ പരിപാലന ചട്ടം 2026 ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. പുതുക്കിയ ചട്ടത്തിലെ വ്യവസ്ഥകൾ കർശനമായി നടപ്പിലാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. പുതുക്കിയ ചട്ടപ്രകാരം മാലിന്യം അവയുടെ ഉറവിടത്തിൽ തന്നെ ജൈവമാലിന്യം, അജൈവ മാലിന്യം, സാനിറ്ററി മാലിന്യം, പ്രത്യേക പരിചരണം ആവശ്യമുള്ള മാലിന്യം എന്നിങ്ങനെ 4 തരംതിരിച്ച് ശാസ്ത്രീയമായി പരിപാലിക്കണം. ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവ നിർമ്മാതാക്കൾ നൽകുന്ന കവറുകളിലോ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികൃതർ നിർദ്ദേശിക്കുന്ന രീതിയിലോ സുരക്ഷിതമായി പൊതിഞ്ഞ് പ്രത്യേക ബിന്നുകളിൽ മാത്രമേ നിക്ഷേപിക്കാവൂ. പൊതുസ്ഥലങ്ങളിലോ തെരുവുകളിലോ ജലാശയങ്ങളിലോ ഡ്രെയിനേജുകളിലോ മാലിന്യം വലിച്ചെറിയാനോ കത്തിക്കാനോ കുഴിച്ചുമൂടാനോ പാടുള്ളതല്ല. കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങളും പൂന്തോട്ട മാലിന്യങ്ങളും അതത് സ്ഥലങ്ങളിൽ തന്നെ പ്രത്യേകം സൂക്ഷിക്കുകയും നിയമാനുസൃതമായി സംസ്കരിക്കുകയും വേണം. 100-ലധികം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികൾ നടത്തുമ്പോൾ 3 പ്രവൃത്തി ദിവസം മുൻപെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അറിയിക്കുകയും മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിച്ച് കൈമാറുകയും വേണം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മയക്കുമരുന്ന്, സ്വർണം, വിദേശ കറൻസി, വനം, വന്യജീവി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ അനധികൃത കടത്തും മറ്റ് നിരോധിത പ്രവർത്തനങ്ങളും ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ പ്രത്യേക ഹെൽപ്പ് ലൈൻ വഴി അറിയിക്കണമെന്ന് റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ്. കൃത്യമായ വിവരങ്ങൾ നൽകുന്നവർക്ക് സർക്കാർ നയങ്ങൾക്ക് വിധേയമായി പാരിതോഷികം നൽകും. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നവരുടെ വ്യക്തി വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കണമെന്നും റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് അറിയിച്ചു. 808072729293 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലൂടെയോ DRICOKIC@nic.in എന്ന ഇമെയിൽ വിലാസത്തിലൂടെയോ വിവരങ്ങൾ പങ്കുവയ്ക്കാം. കേരളത്തിൽ പകൽ താപനില ഉയരുന്നതിനിടെ വിവിധ ജില്ലകളിൽ ഇന്ന് നേരിയ തോതിൽ മഴ ലഭിക്കാൻ സാധ്യത. ഈ മാസം 30 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഇന്ന് പകൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനും സാധ്യതയുണ്ട്. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഈ വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് നാളെ തുടക്കം. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. 10 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ 84 മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക. 13 വേദികളിലായാണ് മത്സരങ്ങൾ. മെയ് 31 ഫൈനൽ. ഛത്തീസ്ഗഡിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ 3ാം ദിവസമായ ഇന്ന് നീന്തൽ, ഭാരോദ്വഹനം, ഹോക്കി, ഫുട്ബോൾ, ഗുസ്തി മത്സരങ്ങൾ പുരോഗമിക്കുന്നു. രാവിലെ നടന്ന ഫുട്ബോൾ വനിതാ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ജാർഖണ്ഡ് അസമിനെ 1-നെതിരെ 9 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഏപ്രിൽ 3 വരെ നടക്കുന്ന ഗെയിംസിൽ 3000-ലധികം കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്നുണ്ട്. നേപ്പാൾ പ്രധാനമന്ത്രിയായി രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേതാവ് ബാലേന്ദ്ര ഷാ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 35-ാം വയസ്സിൽ പ്രധാനമന്ത്രിയാകുന്ന അദ്ദേഹം നേപ്പാളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ്. ഈ മാസം 5-ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 275-ൽ 182 സീറ്റുകൾ നേടിയാണ് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധികാരത്തിലെത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 1214 പോയിന്റ് താഴ്ന്ന് 74,059-ലും നിഫ്റ്റി 350 പോയിന്റ് കുറഞ്ഞ് 22,955-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 120 രൂപ വർദ്ധിച്ച് 1,06,120 രൂപയും ഗ്രാമിന് 13,265 രൂപയുമാണ് ഇന്നത്തെ വില. ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശമായി വെസ്റ്റ് ഇൻഡീസിന്റെ ഇന്ത്യൻ പര്യടനത്തിലെ ആദ്യ ഏകദിന മത്സരത്തിന് തിരുവനന്തപുരം വേദിയാകും. BCCI പുറത്തുവിട്ട മത്സരക്രമം അനുസരിച്ച് സെപ്റ്റംബർ 27-ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ആദ്യ പോരാട്ടം. 3 ഏകദിനങ്ങളും 5 2020 മത്സരങ്ങളുമാണ് പര്യടനത്തിലുള്ളത്. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കാര്യവട്ടത്തേക്ക് ഏകദിന മത്സരം എത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടെടുപ്പിന് ഇനി 13 ദിവസം മാത്രം. രാജ്യത്ത് LPG, പെട്രോൾ, ഡീസൽ വിതരണത്തിൽ തടസ്സങ്ങൾ നേരിടുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ തള്ളി കേന്ദ്രം. പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഏപ്രിൽ 6-നകം ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ട് കൂടുതൽ ശക്തമായ ആക്രമണം നടത്തുമെന്ന് US. കേരളത്തിൽ പകൽ താപനില ഉയരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് 19-ാം സീസണ് നാളെ തുടക്കം. ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. നേപ്പാൾ പ്രധാനമന്ത്രിയായി രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേതാവ് ബാലേന്ദ്ര ഷാ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
വൈകിട്ട് 3 മണിക്ക്.